اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവലോക രക്ഷിതാവായ പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്ന സന്ദർഭത്തിൽ കുടുംബസമേതം ജന്നാത്ത് അദ്നിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെയും നിങ്ങളുടെയും ഒക്കെ വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുണ്ട്. എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും അറിയില്ലെങ്കിലും ഒരു ഉമ്മയെ കഴുത്തിന് മുറിവേൽപ്പിച്ച് പരിക്കേൽപ്പിച്ച ഒരു മകന്റെ വാർത്തയാണ് നമ്മൾ കണ്ടത്. ആ വാർത്തയിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് ഒരു വസ്തുതയാണെങ്കിലും അത്തരം വാർത്തകൾ ധാരാളമായി നമുക്ക് നാടുകളിൽ നിന്ന് കേൾക്കാവുന്നതാണ്. മാതാപിതാക്കളോട് ചോദിച്ചാൽ അധിക ആളുകളും പറയുക ഞങ്ങളുടെ ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ്. മക്കള് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅ്മത്തായിട്ടാണ് മക്കളെ നമ്മളൊക്കെ കാണുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പറ്റി പറഞ്ഞെടുത്ത് പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മസാബിഹുൽ ബുയൂത്ത്, നമ്മുടെ വീടിന്റെ വിളക്കായി, ഖുർറത്തായി, കണ്ണിന്റെ കൺകുളിർമയായി, ഫലദ്ദാത്തുൽ അഖബാദ്, കരളിന്റെ കഷ്ണങ്ങളായി, വബഹജത്തുൽ അഅയാദ്, നമ്മുടെ ആഘോഷങ്ങളെ ഏറ്റവും നല്ല അലങ്കാരം ഉണ്ടാക്കുന്ന ആളുകളായി, അതുപോലെ വനബല്ലൽ മുജ്തമിആത്ത്, സമൂഹത്തിനെ തുടിക്കുന്ന തുടിപ്പുകളായി, അതുപോലെ നാളെ യൗമുൽ ഖിയാമത്തില് നമുക്കുള്ള പൂക്കളായി, വസമറത്തുൽ ഗദ്, നാളത്തെ പഴങ്ങൾ അല്ലെങ്കിൽ നാളത്തെ ഫലങ്ങളായി, ഭാവിയുടെ അമലുൽ മുസ്തഖ്ബിൽ, ഭാവിയുടെ പ്രതീക്ഷയായി. ഇതൊക്കെയാണ് മക്കളെ വിശദീകരിച്ചെടുത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, ശരിയാണ്. മക്കൾ എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ വിളക്കാണ്,
നമ്മുടെ വീട്ടിലുള്ള സന്തോഷമാണ് മക്കളിങ്ങനെ കളിക്കുമ്പോൾ കാണുമ്പോൾ ഏതൊരു വാപ്പാക്കും ഉമ്മാക്കും വല്ലാത്തൊരു സന്തോഷമാണ്. വീട് പലപ്പോഴും ഹൈവിയാകുന്നത്, അല്ലെ വീട് പലപ്പോഴും ജീവസുറ്റത് ഉണ്ടാകുന്നത് മക്കൾ ഉണ്ടാകുമ്പോഴാണ്. ചില ആളുകൾ പറയാറുണ്ട്, ചില ദിവസം മക്കളൊക്കെ ഒന്ന് പാർക്കാനോ വേറെ എങ്ങോട്ടോ പോയി കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും അല്ലെ ഭാര്യയും ഭർത്താവും സ്വന്തം വീട്ടിലായാൽ ആളുകൾ തന്നെ പരസ്പരം പറയും, എന്തോ ഇന്നിവിടെ ഒരു ജീവനില്ലാത്ത പോലെ. അപ്പൊ മക്കൾ എന്ന് പറഞ്ഞാൽ അതാണ്, മക്കള് നമുക്ക് എല്ലാ നിലക്കും നമുക്കൊരു അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മക്കളെ അള്ളാഹു നമുക്ക് തന്നപ്പോ പടച്ചോൻ തന്നത് എങ്ങനെയാണ്? അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നപ്പോ ഒരു നിലക്കുള്ള വൈറസും ഇല്ല, ശുദ്ധരൻ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മകനെ ഒരു മകളെ തന്ന സന്ദർഭത്തിൽ അതൊരു അമാനത്താണ്. അതുകൊണ്ട് അള്ളാഹു തന്നെങ്ങനെ അള്ളാഹു നമുക്ക് മക്കളെ തന്നപ്പോ ആ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ, എത്ര നിഷ്കളങ്കമാണ്. ഒരു നിലക്കുള്ള ചതിയുടെ അല്ല വഞ്ചനയുടെ എന്തെങ്കിലും നിലക്കുള്ള ഒരു നിലക്കുള്ള കേടുപാടുകളുമില്ലാത്ത ഹൃദയത്തോടുകൂടി, ശുദ്ധമായ ഹൃദയത്തോടുകൂടി, നല്ല ഒരു അവസ്ഥയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചത്. അത് അമാനത്തായതുകൊണ്ടാണ്. ഈ അമാനത്ത് തിരിച്ചെങ്ങട്ട് ചെയ്യണം? എങ്ങട്ട് കൊടുക്കണം? തന്ന റബ്ബിന് തന്നെ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ആ മക്കളെ കൊടുക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഒരു സംഗതി കൃത്യമായി റബ്ബ് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കൊടുക്കുമ്പോ തകരാറൊന്നുമില്ല റബ്ബേ, നീ ഏൽപ്പിച്ചതുപോലെ ഞാനിതാ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, എത്ര പേർക്ക് കഴിയും? വലിയ പ്രയാസമാണ് ഇന്ന് ആ ചോദ്യം. നമ്മളങ്ങനെ മനസ്സിനോട് ചോദിച്ചെങ്കിൽ അള്ളാഹ് തന്നെ പറഞ്ഞാണ്, ഒരമാനത്തിനും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അത് പ്രത്യേകിച്ച് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്നാണ് പറയുമ്പോ നമ്മൾ തന്നെ വഴിയാണ്. നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയോട് പറയാണ്, ലാ തഖൂനുല്ലാഹ്, അല്ലാഹനെ വഞ്ചിക്കരുത് കേട്ടോ, വറസൂല, റസൂലിനെയും, അതുപോലെ വതഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളിൽ നിങ്ങൾ വഞ്ചന വരുത്തരുത്. അള്ളാഹ് ഏൽപ്പിച്ചതിൽ നിങ്ങൾ വഞ്ചന ഉണ്ടാക്കരുതെന്ന്. വഅൻതും തഅലമൂൻ, കൊടുത്തു നോക്കി. എന്നിട്ട് ആയത്തിന്റെ അവസാനം കൊടുക്കാണ്, വഅൻതും, നിങ്ങൾക്ക് തഅലമൂൻ, അറിയാം. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. എന്നിട്ട് അള്ളാഹ് പറയാ, ആ ആയത്തിന്റെ അടുത്ത ആയത്ത് പറയാം, വഅലമൂ, മനസ്സിലാക്കണേ. അലിമ എന്ന് പറയുമ്പോൾ ശരിക്ക് ഗവേഷണം ചെയ്ത് നമ്മളെ പഠനം നടത്തി ആ നിലക്കുള്ളതാണ്. മറ്റേ ആരിഫ് എന്ന് പറയും. വഅലമൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നിടത്ത് അള്ളാഹ് പറഞ്ഞത് ഇതാണ്, വഅലമൂ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഈ ആയത്തില്, വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്, പരീക്ഷണമാണ്. നിങ്ങൾ ഓർക്കേണ്ടത് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് അജ്റുൻ അദീം, ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളത്. അപ്പൊ ഈ ആയത്തൊന്നിങ്ങനെ കൂട്ടിങ്ങനെ വായിച്ചു. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും മഹത്തായ ഒരു സംഗതി ലഭിക്കുന്നതിന് നാം എത്രമാത്രം പണിയെടുക്കുന്നു. അള്ളാഹ് തന്ന ഈ നിഅമത്തുകൾ ഒരു ഫിത്നയായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ?
അതിനു വേണ്ടിയുള്ള ശ്രമം, അത് ഒന്നും കേടുവരാതെ, ആ ഫിത്ന ഒരു നിലക്കുള്ള ഫിത്നയാവാതെ ഒരു നിഅമത്തായി മാറുന്നതിന് വേണ്ടി നിരന്തരമായ ജാഗ്രതയോടുകൂടി ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാത്മപരിശോധന ഈ സന്ദർഭത്തിൽ നല്ല. കാരണം ഇത് ഒരേ സമയം അള്ളാഹ് പറയാണ് നിഅമത്തുമാണ് നിഖ്മത്തുമാണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം. നിഖ്മത്ത് പറഞ്ഞാലോ ഇതൊരു അപകടമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമല. ഈ ധനവും മക്കളും ഒക്കെ പറഞ്ഞ ദുനിയാവിൽ ഒരു അലങ്കാരാണ്. എന്നാൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, നല്ല മക്കളുണ്ടല്ലോ, അത് ഖൈറുൻ ഇൻദ റബ്ബിക, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഖൈറാണ്. അങ്ങനെ ബാക്കിയാക്കാൻ പറ്റിയ നല്ല രൂപത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള സംഗതികൾ ഉണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ്. അപ്പൊ നിഅമത്താണ്. ആ മക്കളെ കൊണ്ട് നമുക്ക് ഖൈർ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഈ മക്കൾ തന്നെ മതി. എന്നാൽ നിഖ്മത്തോ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവൻ ലക്കും. സൂറത്തുൽ തഗാബുനിൽ പറഞ്ഞ 14-15 ഒരു ആയത്തിൽ, മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫിത്നയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പരീക്ഷണങ്ങളാണ്. അതും സംഭവിക്കുന്നുണ്ട്. ഈ രണ്ടും സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ വളരെ കരുതലോടുകൂടി കൊണ്ടുപോകേണ്ട ഒരു അമാനത്താണ് നമ്മുടെ മക്കൾ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടോ? നിരന്തരമായി പഠിച്ചോളോട് പ്രാർത്ഥിക്കണം. തന്നതാരാ? ഇത് നമ്മുടെയൊക്കെ മിടുക്കോണ്ടുണ്ടായല്ല. അങ്ങനാണെങ്കിൽ എത്രയോ സഹോദരങ്ങൾ എത്രയെത്ര ആശുപത്രികളിലൂടെ എത്രയെത്ര ആളുകളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നിലവിളിക്കുന്നു, എത്ര ചികിത്സ നടത്തുന്നു, കിട്ടുന്നില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാ നമുക്ക് ഈ മക്കളെ ലഭിച്ചത്. ആ തന്ന റബ്ബിനോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. എന്താ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واستغل الرأس شيبا ولم أقم بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. ആ പ്രാർത്ഥനയിൽ ആണിനെ തരണോന്നോ പെണ്ണിനെ തരണോന്നോ ഒന്നല്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുട്ടികളുണ്ടായില്ല. കുട്ടികളെ തരേണ്ട റബ്ബ. ആ റബ്ബിനോട് വളരെ പതുക്കെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാണ്, പ്രായത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ടും വലം അകും ബിദുആഇക റബ്ബി ശഖിയ. ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു നിരാശയില്ല. തരും റബ്ബ് തരും. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരാശയോടുകൂടിയല്ല. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? എന്റെ പിന്നിൽ ഒരാൾ വരാത്തത് ഞാൻ ഭയപ്പെടുന്നു. എന്റെ കുടുംബം അവസാനിച്ചു പോകുന്നുള്ള പേടിണ്ട്. ഒന്നാമത് വക്കാനത്തിമ്പ്രാത്തിയാക്കല, എന്റെ പെണ്ണാണെങ്കിൽ വന്ധിയാണ്, കുട്ടികളില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ റബ്ബേ ഫഹബ്ലി, ജനിക്ക് തരണം റബ്ബേ, നീ തരണം. വലിയ, നീ എനിക്ക് ഒരു ബന്ധു, ഒരു അവകാശിയെ, എനിക്കൊരു അവകാശിയെ റബ്ബേ നീ തരണേന്ന് റബ്ബിനോട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥന റബ്ബിനോട് ആത്മാർത്ഥമായി നടത്താൻ എങ്ങനെ? സക്കരിയ നബി പ്രാർത്ഥന. എന്നിട്ട് മറ്റൊരു പ്രാർത്ഥന എന്താ? വലദൻ സ്വാലിഹാം. സോനെ തരണ്ട എന്താ വെച്ചോ, ഒരു നല്ല കുട്ടിയാണ് തരേണ്ടത്. ഒരു നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങേണ്ടത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന പോലും നടത്താറില്ല. രാത്രി കാലങ്ങളിൽ നമ്മള് നമ്മുടെ കിടപ്പറകളിൽ എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്. നമ്മൾ ശരിക്കും രാത്രി ഉറങ്ങാന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി കടന്നു കൊടുക്കണം.
നമ്മൾ പറഞ്ഞങ്ങനല്ലേ, നമ്മൾ അള്ളാഹുവിനെ ബിസ്മി ചൊല്ലി നമ്മൾ കിടക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അങ്ങനെ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം മരണസമാനമായ ഉറക്കുന്ന എന്നെ എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതി. പക്ഷെ അവിടേക്ക് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥന, നമ്മുടെ കിടപ്പറകളിലെ പ്രാർത്ഥന, എത്ര ആള് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ അമാനത്തിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം അള്ളാഹുവിനോട് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഇന്നിവിടെ പറയാൻ കാരണം, പുതിയ തലമുറയിലെ കുട്ടികൾ ഡിജിറ്റൽ നാറ്റീവ് വേൾഡിലാണ്. അതായത് അവരുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ്. അങ്ങനത്തെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ അമാനത്തായി കിട്ടിയ മക്കൾ, ഇന്നത്തെ തലമുറ, ഡിജിറ്റൽ നാറ്റീവ്സിലെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കേണ്ട 5 കാര്യങ്ങൾ. കാരണം ഇനി 10 ദിവസം വെക്കേഷനൊക്കെ വരാൻ പറ്റുകയാണ്. ഇപ്പൊ എക്സാമിന്റെ സമയം. ഈ വെക്കേഷനുകളിലൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താ, വീട്ടിൽ ഒരു നിരക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ മക്കളെ അടക്കിയിരുത്താൻ ഒരു മൊബൈൽ കൊടുത്താൽ മതി. എന്താ ഉണ്ടാവേ, എത്ര വലിയ ദുരന്തം ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം. 1, സമയത്തിന്റെ ഒരു ക്രമീകരണം കുട്ടിക്ക് ഉണ്ടാക്കണം. എല്ലാത്തിനും ഒരു സമയത്തിന്റെ ക്രമീകരണം കുട്ടികളെ ശീലിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു സമയത്തിന്റെ ഒരു സിസ്റ്റം വേണം. നമ്മുടെ വീടിനെ പറ്റി ആലോചിച്ചു, ഇസ്ലാം എത്ര കൃത്യമായിട്ട് സമയത്തെ ക്രമീകരിച്ച്. നമ്മൾ ആ 5 സമയത്തെ നമസ്കാരത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ ആ നമസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കുന്നതുകൊണ്ട് സമയം കൃത്യമാണ്. എന്നാൽ മക്കൾക്ക് ആ ഒരു സമയ ക്രമീകരണം മക്കൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കി. അവർക്ക് പഠനത്തിന് വേണ്ടി ഒരു സമയം നിശ്ചയിക്കണം. അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു സമയം വേണം. അതുപോലെ വിനോദത്തിനും, അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനും, ഈ എല്ലാ കാര്യത്തിനും ഒരു സമയം വേണം. നമ്മൾ പിന്നെ വിചാരിക്കും കുട്ടികളെപ്പോ ഈ മൊബൈലൊന്നും കൊടുക്കാതെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇത് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഒരു പുതിയ ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചാലേ അടുത്ത ഒരു തലമുറയിൽ അവർക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ ഈ അടുത്തൊരു നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക ഒരു മദ്രസ ഉണ്ടാക്കുന്നതുമായി ചർച്ചയിൽ പോയപ്പോൾ, ഓൾറെഡി വിദേശ രാജ്യങ്ങളിലൊക്കെ മദ്രസ വരുന്നത്, സ്കൂളുകളിലേക്ക് പോകുന്നത് ഒരു പുസ്തകവും ഒന്നുമില്ല, ഒരു പെൻഡ്രൈവ് മാത്രമാണ്. അത് കുത്തി കഴിയുമ്പോൾ തന്നെ അവരുടെ ടേബിൾ ഡിജിറ്റൽ ടേബിളാണ്. അതിന് പുസ്തകങ്ങളൊക്കെ അതിലുണ്ട്, എല്ലാം അതിന്റെ ഫോൾഡറിലുണ്ട്. പിന്നെ പഠിക്കാനുള്ള സംവിധാനം എല്ലാം റെഡിയാണ്. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ. അപ്പൊ ആ കുട്ടി ഈ ലോകത്തേക്ക് മിങ്കിളാകണമെങ്കിൽ ഒരു ഡിവൈസ് ഒന്നും കൊടുക്കാതിരുന്നാല് പിന്നെ എങ്ങനെ ആ കുട്ടി പഠിക്കാൻ പോകും? അപ്പൊ അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു സമയം ക്രമീകരിക്കാൻ കഴിയണം. ഇന്ന സമയത്ത് മോൻ ഫോൺ ഉപയോഗിക്കണം, ഇന്ന സമയത്ത് ഫോണിൽ പഠനാവശ്യമുള്ള സംഗതികൾ സെർച്ച് ചെയ്യാം. അതിലൊരു എല്ലാത്തിനും, ആരാധനകൾക്ക്, നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ ആലോചിക്കും. നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യമുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു നമസ്കാര മുറി, ആ നമസ്കാര മുറിയുടെ അകത്ത് ദുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബഹി അതിനൊക്കെ ഒരു സമയമുണ്ടോ? ഒരു സമയത്തിന്റെ കണക്ക് ഉണ്ടെങ്കിൽ മോന് ഓർമ്മ നിസ്കാരത്തിന്റെ റൂമിലുണ്ട്, സമയ കണക്കുണ്ട്. അപ്പം ഒഴിവുള്ള ദിവസം ആ സമയം നോക്കി, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാൻ ആ സമയം നോക്കി പള്ളിയിൽ പങ്കെടുത്തിണ്ടാവും, അപ്പൊ പള്ളിക്ക് പോവാം. ഇങ്ങനെ ഒരു സമയത്തെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് ശീലിപ്പിക്കണം. ഈ ഡിജിറ്റൽ നാറ്റീവ്സിൽ വളരുന്ന കുട്ടികളെ ശീലിപ്പിക്കണം. ഇല്ലെങ്കിലോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലാണെങ്കിൽ സമയം പോണതേ അറിയില്ല. ആ കുട്ടി 10 മണിക്ക് ഇരുന്ന കുട്ടി 1 മണിയാവുമ്പോ ഉമ്മ വിളിക്കുമ്പോൾ 1 മണിയായും കുട്ടീനെ ആലോചിക്കുക. അതിന്റെ പ്രത്യേകത അതാണ്. ആ കുട്ടികളുടെ നെർവസിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇത്. പഠനം നടത്തിയിട്ടാണ് ഈ റീൽസ് എടുക്കുന്നത്. അപ്പൊ കുട്ടികളെ എങ്ങനെ അതിൽ അഡിക്റ്റായി പോകും. അതിലടിച്ച് അവിടെയാണ് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് സമയ ക്രമീകരണത്തിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കണം. 2, വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കാൻ അവനെ പരിശീലിപ്പിക്കണം. ക്രിട്ടിസൈസ്, അതായത് നഖദിയായി ഒരു കാര്യം ഒരു സെലിബ്രിറ്റി പറയുമ്പോ അതങ്ങനെ തന്നെ വിഴുങ്ങേണ്ടതാണ് എന്നതല്ല. കാരണം സെലിബ്രിറ്റികളാണ് അവരുടെ മുമ്പിൽ, അവർ ഡിജിറ്റലിന്റെ മുമ്പിലാണ്. ആ ഡിജിറ്റലിൽ അവർക്ക് പറയുന്ന ആ റിയാലിറ്റി എന്താണ്, വെർച്വൽ വേൾഡിൽ ആ കുട്ടി കാണുന്ന ആളുകൾ അവർ പറയുന്നതാണ് ആ കുട്ടിയുടെ ആപ്തവാക്യം.
അപ്പൊ സ്വാഭാവികമായും ആ കുട്ടി അത് പറഞ്ഞെന്നെ വീണു. അപ്പൊ അതിന് പകരം ഇല്ല, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെയും ആയിക്കൂടെ എന്ന വിമർശന ബുദ്ധിയോട് കൂടിയുള്ള കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ അവന് പ്രോത്സാഹനം നൽകണം. അങ്ങനത്തെ ചോദ്യങ്ങൾ രക്ഷിതാക്കൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അവിടെ കുടുംബ മീറ്റിങ്ങുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് വിമർശനാത്മകമായ ഒരു പഠനം നമ്മുടെ മക്കളിൽ രൂപീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവൻ കാണുന്ന സെലിബ്രിറ്റി ഏതാണോ അയാൾ പറഞ്ഞതാണ് അവന്റെ ആക്ഷനിലുണ്ടാകുക, സംസാരത്തിലുണ്ടാകുക. അപ്പൊ ആ കാര്യം 2. മൂന്നാമത്തെ സംഗതി സംഭാഷണം, ഫലപ്രദമായ സംഭാഷണങ്ങൾ, ആശയവിനിമയങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ കുട്ടികള് നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന മക്കള് നാവ് കൊണ്ടല്ല അവർ പ്രവർത്തിക്കുന്നത്, പിന്നെ കൈകൊണ്ടാണ്. നാവ് കൊണ്ട് സംസാരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ അവർ കേൾക്കുന്നില്ല. നേരിട്ടുള്ള സംഭാഷണങ്ങൾ, ആശയ പ്രകടനങ്ങൾ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്ന രീതിയില്ല. അവരിങ്ങനെ ആ ഡിജിറ്റലിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കണം. അവർ അങ്ങോട്ട് പറയുന്ന മുഴുവനും വിരലുകൊണ്ടാണ്, സംസാരിക്കുന്നില്ല. അപ്പോൾ ആ സംസാര ശേഷി ലഭ്യമാകാൻ ആവശ്യമായ ആശയവിനിമയത്തിനുള്ള അവസരങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ മക്കളെ ഇരുത്തിയിട്ട് നമ്മൾ ചെറിയ സമാജം, നമ്മൾ 5 ആളുള്ള വീട്ടിൽ ചെറിയ കുട്ടിക്ക് ഒരു പാട്ട് പാടാൻ, ഒരു പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥ പറയാൻ ബാപ്പയും ഇമ്മയും ഏട്ടനും അനിയനൊക്കെ ഒന്ന് ഇരിക്കുക. എന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു സമാജത്തിന്റെ ദിവസം വീട്ടിൽ എന്തുകൊണ്ടാണ് സംസാരം കുറഞ്ഞു വരികയാണ്? പണ്ട് നമ്മുടെ കല്യാണ വീടുകളിൽ തലേന്നൊക്കെ ഉള്ള അവസ്ഥ നോക്കി, ഇന്നത്തെ കല്യാണ രാവുകൾ നോക്കി, എന്താ ഒക്കെ നല്ല അടങ്ങിയിരിക്കുകയാണ്, ആരും സംസാരിക്കുന്നില്ല. അപ്പൊ ഈ സംസാര ശേഷി ഇല്ലാതെ വരുന്നത് ആശയങ്ങൾ കൃത്യമായി സംവേദനം ചെയ്യപ്പെടാൻ കഴിയാതെ പോകുമ്പോ പിന്നീട് വരുന്ന തലമുറയിൽ ഉണ്ടാകുന്ന എന്താണ്? കല്യാണം കഴിച്ച് കഴിയുമ്പോ പെട്ടെന്ന് തിരിയും, ഡൈവോഴ്സ് പെട്ടെന്നുണ്ടായി. കാരണം എന്താണ്? ഈ ആശയവിനിമയം അറിയില്ല. ആശയവിനിമയം അറിയാത്തപ്പോ എന്റെ അഭിരുചി എന്താണ് എന്ന് അവൾക്കും അവളുടെ എന്താ ഞാൻ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത് 2 വേൾഡിലാണ്, രണ്ട് ഡിവൈസിലാണ്. അപ്പൊ സ്വാഭാവികമായും ആശയവിനിമയം നടന്നിട്ടില്ല എങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് വീട്ടിൽ തന്നെ വേണമല്ല, 1 നമ്മുടെ കുടുംബ സന്ദർശനം. നമുക്ക് വരുന്ന വെക്കേഷൻ സമയത്ത് നമുക്കൊന്ന് തീരുമാനിക്കാം, നമ്മുടെ മൂത്തമ്മയുടെ മകൾ അസുഖബാധിതയായി ഇന്ന സ്ഥലത്തുണ്ട്, നമുക്ക് കൂട്ടമായിട്ട് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് സന്ദർശിക്കാം. സ്വാഭാവികമാണ്, അവിടെ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചോദിക്കും. മനുഷ്യപ്പറ്റുമായി, മനുഷ്യന്റെ ജീവിതഗന്ധിയായ അവന്റെ പ്രയാസങ്ങളുമായി അടുത്തിടവയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് സ്കില്ലുണ്ട്. അതൊക്കെ കുട്ടികൾ വളർന്നു വരും. അപ്പൊ സ്വാഭാവികമായും അവന്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. അത് സംസാരിക്കേണ്ടി വരും. അതിന് മറ്റു കാര്യങ്ങൾ, അതിന് ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് അവന്റെ ചിന്ത പോകും. ഇവിടെ തന്നെ ഇരുന്നാലോ ഒന്നും കിട്ടൂല. അപ്പൊ മൂന്നാമതായി ചെയ്യേണ്ടത്, നമ്മൾ നല്ല ഫലപ്രദമായ സംസാരശേഷി ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. 4മതായി ഡിജിറ്റൽ ജീവിതവും യഥാർത്ഥ ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ അവരെ പരിശീലിപ്പിക്കണം. അതായത് കുട്ടികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവരെ പ്രേരിപ്പിക്കണം. വെറും വീട്ടിൽ തന്നെ എത്തിയാൽ പോരാ. ഒരു മൊബൈൽ കൊടുത്തിട്ട് അവിടെ ഇരുന്നോ, എന്നിട്ട് മണിക്കൂറുകളോളം ആ കുട്ടി അതിൽ ഡിവൈസിൽ ഇങ്ങനെ നിൽക്കണം. അവൻ പുറത്ത് നടക്കണമൊന്നുമില്ല. അപ്പൊ ഉമ്മക്കല്ല സുഖാണ്, ഉപ്പക്കല്ല സുഖാണ്. കുട്ടി ഒരു കച്ചറയില്ല, വീട്ടിൽ ഒരു പ്രയാസമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. മറിച്ച് ആ കുട്ടി മണ്ണിലേക്ക് വരണം, ആ കുട്ടി കളിക്കണം, അയൽവാസിയുമായി കളിക്കണം, അയൽപക്കത്തേക്ക് പോകണം. എത്ര കാര്യങ്ങളാ ആ കുട്ടി അതിലൂടെ നേടിയെടുക്കുന്നത്. അതിനൊന്നും പോകാൻ പറ്റാത്ത തരത്തിൽ ഡിജിറ്റൽ ലോകത്ത് മാത്രം ജീവിക്കുന്ന കുട്ടിയായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. ഒരു മൊബൈൽ റീചാർജ് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ആ ഉമ്മയെ ആ കുട്ടി ഉപദ്രവിച്ചു വന്നത്.
അപ്പൊ നോക്കി, ഇങ്ങനെ അതിലെന്നെ അഡിക്റ്റായ കുട്ടിക്ക് അത് കിട്ടാതിരുന്നാൽ അതൊരു ഭ്രാന്തായി മാറും. അപ്പൊ ഡിജിറ്റൽ ജീവിതവും യഥാർത്ഥ ജീവിതത്തിൽ ക്ഷമ വേണം. യഥാർത്ഥ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽപക്കത്തെ കുട്ടി അടിക്കുമ്പോൾ ചിലപ്പോൾ കൊള്ളും, വേദനിക്കും, അങ്ങോട്ടും അടിക്കും. അപ്പൊ അവിടെ ഒരു മസ്ലഹത്ത്, ഓരോ പലപ്പോഴും മസ്ലഹത്ത് ഉണ്ടാക്കും. അവിടുന്ന് ചെറിയ കുട്ടി തന്നെ അവിടെ ലീഡർഷിപ്പ് സ്കില്ലുണ്ടായാണ്, പ്രോബ്ലം സോൾവ് ചെയ്യാണ് ഒക്കെ അവിടെ തന്നെ. ഓരോ കളിസ്ഥലത്ത് നിന്ന് ഒരു ടീം തോൽക്കുന്നത് അതും പഠിക്കണം. തോൽക്കുന്ന സമയത്തുള്ള മാനസിക അവസ്ഥ എന്ത് എന്ന് ഒരു കുട്ടി പഠിക്കണം. എപ്പോഴും ജയിച്ച് അവന്റെ ഗെയിമിൽ കംപ്ലീറ്റ് എന്താണ്, മറ്റുള്ളവരെ തകർക്കുകയും അവൻ ജയിച്ചു പോവുകയാണ്, ഒരിക്കൽ തോൽക്കുന്നില്ല. തോൽക്കുന്ന സമയത്ത് അവന് തോന്നുന്നത് ഞാനൊന്നിനും പറ്റൂല, അവന്റെ ജീവിതം അവസാനിപ്പിച്ചളാം. ആ ഡിജിറ്റൽ വേൾഡ് കുട്ടി അങ്ങനെ ചിന്തിക്കും. അതിനപ്പുറത്ത് അയൽപക്കത്തേക്ക് ഇറങ്ങുമ്പോ യഥാർത്ഥ ജീവിതത്തിൽ തോൽവി ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും. സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. വിജയങ്ങൾ ഉണ്ടാവും, സന്തോഷിക്കാൻ കഴിയണം. ആ സന്തോഷത്തിന്റെ സമയത്ത് തന്റെ കൂടെ കളിച്ച, തന്റെ കൂടെ ജീവിച്ച, വിഷമിക്കുന്ന ആൾക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ ആ ഷെയറിംഗ് മനോഭാവം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ രണ്ട് ജീവിതത്തെയും സന്തുലിതമായി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കുട്ടിയെ പരിശീലിപ്പിക്കണം. അഞ്ചാമതായി, ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെ പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കണം. ഇത് പുതിയ സംവിധാനമാണ്. അപ്പൊ അതില് ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ വാർത്ത കേട്ടല്ലോ, കൊടുവള്ളി പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ എറണാകുളത്തുള്ള ഏറ്റവും വലിയ ഒരു കേസ് ഈ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതില് നമ്മുടെ കുട്ടികളെ ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുന്നു. എന്താണ് ഭാവിയിൽ വരാനിരിക്കുന്നത് എന്നറിയില്ല. പക്ഷെ അതിന്റെ ചതിക്കുഴികളെ പറ്റി ഇപ്പൊ പല ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് എടുക്കാം. കുട്ടികൾക്ക് ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അക്കൗണ്ടുകളുണ്ട്. പക്ഷെ ആ അക്കൗണ്ടുകളിലൂടെ വരുന്ന പണം അത് ഏതാണെന്നറിയാതെ അവസാനം ആ കുട്ടിയുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ മുസ്ലിം കുട്ടികളുടെ പേരിൽ ഇത്രയധികം കേസുകൾ വരുമ്പോ പിന്നീട് എന്താ ഉണ്ടാകുക? ഒരു സമുദായത്തെ മൊത്തം എന്ത് ചെയ്യും? ആക്ഷേപിക്കപ്പെടാനൊക്കെ സാഹചര്യമുണ്ട്. അവരൊക്കെ ഇതിന്റെ ആളുകളാണ് എന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി തകരാണ്. പിന്നീട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന ചതിക്കുഴികൾ, അതുപോലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. എന്നിട്ടോ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ അയക്കാൻ പറയുന്നു. ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ചിത്രം കിട്ടിയിട്ട് ജീവനുള്ള സംഗതി ഉണ്ടാക്കാൻ പറ്റുന്ന കാലാണ്. ജെമിനി എന്ന് പറഞ്ഞ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ചിത്രം മാത്രം മതി, ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ മരിച്ചുപോയ ആളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ സംസാരിക്കുന്ന ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ. അപ്പൊ ഒരു സ്ത്രീയുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീ മോശപ്പെട്ട ഒരു സംസാരിക്കുന്നു. അവൾക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല, കാരണം ഇത് പ്രചരിച്ചു പോകും. അതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ കളക്ട് ചെയ്യുന്ന, അങ്ങനെ നമ്മുടെ സ്ത്രീകളെ ഒക്കെ അകപ്പെടുത്തുന്ന ഈ ചതിക്കുഴികളുണ്ട്. ഇതിനെ ആര് ബോധവാന്മാരാകണം? രക്ഷിതാക്കൾ. നമ്മൾ ഒരു ഏണിംഗ് മെമ്പറായി, ഒരു പണം ഉണ്ടാക്കുന്ന ഒരു മരമായി നമ്മൾ ഇങ്ങനെ ഓടുക, വീട്ടിൽ നടക്കണമെന്നൊന്നും നമ്മളറിയില്ല എന്നുണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ ഉമ്മയുടെ കൂടെ, നമ്മുടെ ഭാര്യയുടെ കൂടെ, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, ഇത് നാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പഠിച്ചോണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുന്ന് കൈ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ എല്ലാ സംഗതികളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ കഴിയുന്ന ആളുകൾ, അവര് ജോലിയുടെ തിരക്കിനിടയിൽ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. മക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തണം. മക്കൾക്ക് വാപ്പയുടെ വിഷമവും സങ്കടവും പ്രയാസവും അദ്ദേഹം അവിടെ സഹിക്കുന്ന പ്രയാസവും ഒക്കെ കുടുംബം അറിയണം. അങ്ങനെ ആ തരത്തിൽ ഒരു ആശയവിനിമയം നടത്തി കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ മുമ്പിൽ
നമുക്കിതിന് മറുപടി പറയാൻ പറ്റിയ തരത്തിൽ അഭിമാനത്തോടു കൂടി ഏറ്റവും നല്ല മക്കളെ റബ്ബേ ഞാൻ എന്താ എന്നെ ഏൽപ്പിച്ച ആ ഒരു അമാനത്ത് റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ. ഇത് ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോ ഒരാള് അവിടുന്ന് രക്ഷപ്പെടാൻ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലത് എടുത്തു വെച്ചാണല്ലോ. അതിൽ ഒരാള് ഒരു മനുഷ്യന് ഒരു അജർ കൊടുത്തപ്പോ അതവിടെ വെച്ചോളി, ഞാൻ പിന്നെ വാങ്ങാന്ന് പറഞ്ഞാണ്. അയാൾ വന്നില്ല. അത് അവിടെ വെച്ച് അത് വലുതായി, അത് ആ ആടുകൾ ആ വാതി മുഴുവൻ ആടായി. അയാൾ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇത് ഇയാൾക്ക് പേടിയായി. അപ്പൊ ഇയാൾ അത് കൃത്യമായി സൂക്ഷിച്ചു വെച്ചു. അത് അവിടുന്ന് പെരുകി ആ വാതി മുഴുവൻ ആടായി. ആ ആള് തിരിച്ചു വരികയാണ്. ഞാൻ അന്ന് തന്ന ആ പൈസ അല്ല, ആ തന്ന കൂലി ഇതാ, ഈ തായ്വര മുഴുവനും നിങ്ങളതാണ്. അയാൾ ചോദിച്ചു, ഞാൻ ഇത്രയൊന്നും ചെയ്തില്ലല്ലോ. അല്ല, നിങ്ങൾ അന്ന് തന്നത് ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചാണ്. പഠിച്ചോനെ, ഞാനിത് ചെയ്തത് എനിക്ക് വേണമെങ്കിൽ ഇതിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്കെടുക്കാമായിരുന്നു. ഞാൻ ഒന്നും എടുക്കാതിരുന്ന റബ്ബേ നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ടാണ് ആ പാറ നീങ്ങിന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതുപോലെ ഏൽപ്പിച്ച നമ്മുടെ മക്കളെ പഠിച്ചോനെ നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ടാണ്. എനിക്ക് പലതേക്കും പോകാൻ അവസരം ഉണ്ടായിരുന്നു. എന്റെ മക്കളുടെ ശ്രദ്ധിച്ചതിന്റെ പേരിൽ, കുടുംബം ശ്രദ്ധിച്ചതിന്റെ പേരിൽ, ദീനിയായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പേരിൽ ഞാൻ സഹിച്ച ത്യാഗങ്ങളാണ് റബ്ബേ നിന്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ആ അമാനത്ത് ചോദിക്കുമെന്നത് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി അൽ ഇമാമു റാഇൻ വമസ്ഊലു അൻ റഅയതിഹി. ഒരു ഇമാം അദ്ദേഹം ഒരു റാഇയാണ്, ഒരു ഇടയനാണ്. അവന്റെ കീഴിലുള്ള അവനൊരു നോക്കുന്ന ആളാണ്. അവന്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ചോദ്യം അവനോടുണ്ട്. ഒരു പുരുഷൻ അവന്റെ വീട്ടിലെ മേൽനോട്ടക്കാരനാണ്. ആ വീട്ടിലുള്ള ആളെ പറ്റി അവനോട് ചോദിക്കും. ഭർത്താവിന്റെ വീട്ടിലെ റാഇയ നോക്കുന്നവളാണ് ഭാര്യ. ആ വീട്ടിലുള്ള ആളുകളെ പറ്റി അവളോടാണ് ചോദ്യം. ഒരു പടക്കാരന്റെ സൂക്ഷിപ്പിന് വേണ്ടി ഏൽപ്പിച്ച ഒരു ഹാദിം, അത് നോക്കുന്ന ആളാണ് അവന്. അവനെ ഏൽപ്പിച്ച ആ പണത്തെ സംബന്ധിച്ചുള്ള ചോദ്യം അവനോടാണ്. എല്ലാവരും ഓരോ മേൽനോട്ടക്കാരാണ്. അവരുടെ കീഴിലുള്ള അതിനെ സംബന്ധിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യമായി നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളെ കൃത്യമായി പരിപാലിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. നമ്മുടെ സംസാരത്തിൽ ഏറ്റവും നല്ല ഒരു രീതി സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. നാടും വീടും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നല്ല സൂക്ഷ്മത, സംസാരിക്കുന്ന സമയത്ത് നല്ല സൂക്ഷ്മത ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോൾ വർഗീയത ഒരു ഭാഗത്ത് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഭിന്നിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികൾ, നമ്മുടെ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുന്ന ലഹരി മാഫിയ, സ്ത്രീകളെയൊക്കെ നിരക്കുള്ള അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ, അപ്പൊ എല്ലാം ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്ന സന്ദർഭത്തിൽ നല്ലൊരു ജാഗ്രത നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മള് പ്രത്യേകിച്ച് ഇതിലൊക്കെ എല്ലാവരും കാണുന്ന ഒരു ടാർഗറ്റ് സമൂഹം നമ്മളായി മാറി എന്നതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. ഞാനിങ്ങനെ നാവുകൊണ്ട് പറഞ്ഞ ഒരു മുനമ്പം വിഷയമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. വർഗീയതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, അത് ഒരു സമുദായത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ പലനിരക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ എടുത്ത ഒരു തീരുമാനം, അത് നമ്മുടെ നാട്ടിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നാൽ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊക്കെ ഒരു സൂക്ഷ്മത വേണം. അതിന് കൃത്യമായി ഗവൺമെന്റ് അതിന്റെ ഒരു കമ്മീഷനെ വെക്കുകയും ഗവൺമെന്റ് ആ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ നിലപാടിലൂടെ പോകുന്നുണ്ട്.
അതിന് മുസ്ലിം സംഘടനകളൊക്കെ ഒരു ഏകീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും നമ്മുടെ സംസാരത്തിന്റെ ഫലമായി ഒരു വർഗീയതക്ക് ആ നിലക്ക് ഒരു ചുട്ടുപിടിക്കുന്ന ഒരു സംസാരം നമ്മുടെ ഒന്നും ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കാം. അതുപോലെ മുസ്ലിം സംഘടനകൾ ഇനിയും ഒരു പിളർപ്പ് സാധ്യമല്ല. ജമാഅത്തായി നിൽക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖൈറ്. ഫിൽ ജമാഅത്തി റഹ്മ വഫിൽ ഫിർഖത്തി അദാബുൻ. ജമാഅത്തിലാണ് ബർക്കത്ത്, ഫിർഖത്തിൽ അദാബാണ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മുഴുവനും നമുക്കാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മക്കളെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാകും. ഇവര് ക്രിസ്മസ് വെക്കേഷനിൽ ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജന്മദിനാണ്. അതിലാരാണ് ഏറ്റവും അധികം സംഭവമാക്കുക? കളറാക്കാരാണ്, നമ്മളാണ്. ഇത് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുന്ന ഒരാളുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്ന് മാത്രം അറിയില്ല. അത് കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടേ, അത് തെറ്റാണ്. അങ്ങനെ ഒരു ജന്മദിനമല്ല ഇസ്ലാമിൽ. അതിനു വേണ്ടി കൊട പിടിക്കുന്നവരും അതിനു വേണ്ടി മുന്നിൽ നടക്കുന്നവരും പണം ചെലവഴിക്കുന്നവരും അത് കളറാക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന നമ്മുടെ കുട്ടികളായ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങളൊക്കെ ബോധവൽക്കരിക്കുകയും അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ജാഗ്രതയിൽ, എന്തിനാന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയനാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊക്കെ വരുന്നത്? നമ്മളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റൂട്ടിലൂടെ പോണത്. എന്തിനാ അങ്ങോട്ട് വന്നത്, എവിടേക്കാണ് പോണത് നമുക്കാണ് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള നമുക്കൊരു കഥല്ല. നമുക്ക് ആ ബോധമുണ്ട്. ആ ബോധത്തിൽ പോകുന്ന നമ്മളെ എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അവിടെ സംസാരത്തിലും ജീവിതത്തിലും എല്ലാത്തിലും ഒരു സൂക്ഷ്മത, ഒരു കുടുംബം എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഇന്ന് പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്തു മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ്. അള്ളാഹുവിന്റെ പാപങ്ങളെല്ലാം നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ രോഗമെല്ലാം ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബർക്കത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ കണ്ണുകൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മർഹമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. استغفر الله لي ولكم.